ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ സത്യവിശ്വാസിയിലെയും സകല ടെൻഷനും, സകല ആശങ്കകളും, സകല മനോദുഃഖങ്ങളും നീക്കിക്കൊണ്ട് സുരക്ഷയും സമാധാനവും സമ്മാനിക്കും ഈ ഉറച്ച ബോധം. ഇത് വിശുദ്ധ ഖുർആനിന്റെ തെളിവുകളുടെ പിൻബലത്തിൽ, ചരിത്രങ്ങളുടെ പിൻബലത്തിൽ നാം ഇവിടെ പറഞ്ഞു. മഹാന്മാരായ അമ്പിയാക്കൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അവർക്കൊക്കെയും സുരക്ഷയും സമാധാനവും ലഭിച്ചത് ഈ സനാതത്വ ബോധം കൊണ്ട് മാത്രമായിരുന്നു. ഇതും ഖുർആനിൽ നിന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് റിലീസായത്, മോചിതനായത് ഫയർഫോഴ്സിന്റെ സഹായത്താലായിരുന്നില്ല. പിന്നെയോ ഇന്ന മഴി റബ്ബി, എന്നെയും ഈ അഗ്നിയെയും പടച്ച നാഥൻ എന്നോടൊപ്പമുണ്ട് എന്ന ബോധം കൊണ്ട് മാത്രമായിരുന്നു ഖലീലുള്ള അഗ്നികുണ്ഡത്തിൽ നിന്ന് മോചിതനായത്. കിങ്കരനായ സ്വേച്ഛാധിപതിയായ, ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഫറോവയുടെ കിരാതമർദ്ദനങ്ങളിൽ നിന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെയും പാവപ്പെട്ട ന്യൂനപക്ഷമായ ദുർബലരായ ഇസ്രായേലി മക്കളെയും അള്ളാഹു മോചിപ്പിച്ചത് ആയുധങ്ങൾ കൊണ്ടും മിലിറ്ററി കൊണ്ടുമായിരുന്നില്ല. പിന്നെയോ ഇന്ന മഈ റബ്ബി എന്ന, എന്റെ നാഥൻ എന്നോടൊപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് മോചനം കിട്ടിയത്. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, നശിപ്പിച്ചു കളയാൻ അവരെന്തൊക്കെ ഗൂഢാലോചനകൾ നടത്തി. 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. ഖുറൈശി തമ്പുരാക്കന്മാർ അതിനുവേണ്ടി കാത്തിരുന്നു. പ്രവാചക തിരുമേനിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പുണ്യ ഹബീബിനെ ഹനിക്കാനും അവിടത്തെ തകർക്കാനും കൊന്നുകളയാനും സാധിക്കാതെ പോയത് ആയുധങ്ങൾ കൊണ്ടോ ആൾബലം കൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് ഇന്ന മഈ റബ്ബി എന്ന സനാതത്വ ബോധം കൊണ്ട് മാത്രമായിരുന്നു. ഇതൊക്കെ നാം പഠിച്ചു. ഖുർആനിൽ നിന്ന്, സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് നാം ഇത് പഠിച്ചു. പഠിച്ചതുകൊണ്ട് നമുക്ക് എന്താ കാര്യം? ഇത് നമുക്കും സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ട വഴിയാണ്. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും, നമ്മുടെ മുന്നിൽ ആശങ്കകളുണ്ടെങ്കിലും, നമ്മുടെ മുന്നിൽ ശത്രുക്കളുണ്ടെങ്കിലും, നമ്മുടെ മുന്നിൽ സാമ്പത്തിക തകർച്ചയുണ്ടെങ്കിലും, നമ്മുടെ മുന്നിൽ ശാരീരിക അവശതയുണ്ടെങ്കിലും, നമുക്കും ടെൻഷനാകാതെ മനസ്സമാധാനത്തോടെ, മനക്കരുത്തോടെ, സന്തോഷത്തോടെ, സുരക്ഷയോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ന മഈ റബ്ബി എന്ന ബോധം നമ്മിൽ അചഞ്ചലമായി കിട്ടിയാൽ, ഉറച്ചു കിട്ടിയാൽ നമുക്കും ഈ സുരക്ഷ കിട്ടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിനൊരു മറുവശമുണ്ട്. ഇപ്പൊ വിജയത്തിന്റെ കഥകളാണ് നാം പറഞ്ഞത്. ഇന്ന മഈ റബ്ബി എന്ന സനാതത്വ ബോധം കൊണ്ട് ഉണ്ടായ വിജയങ്ങൾ, സമാധാനങ്ങൾ, സന്തോഷങ്ങൾ, ഇതാണ് നാം 2 ആഴ്ച പറഞ്ഞത്. ഇതിനൊരു മറുവശമുണ്ട്. എന്താ മറുവശം? എന്റെ നാഥൻ എന്നോടുകൂടെ എന്ന ബോധം കൈവിട്ടുപോയാൽ, ഇന്ന മഈ റബ്ബി എന്ന പരമസത്യത്തിൽ നിന്നൊരാൾ മാറിക്കഴിഞ്ഞാൽ, പിന്നെയോ എന്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് ആൾബലമുണ്ട്, ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്, എന്റെ മുന്നിൽ സംവിധാനങ്ങളുണ്ട്, ചരക്കുണ്ട്, ഭൗതിക വിഭവങ്ങളുണ്ട്, റബ്ബില്ല. ഈ വിധത്തിലാണ് ഒരാളെങ്കിൽ ഇതിന്റെ ഈ അവസ്ഥ, ആദ്യം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇതിന്റെ മറുവശം എന്തായിരിക്കും? തകർച്ചയായിരിക്കും, അസ്വാസ്ഥ്യങ്ങളായിരിക്കും, മനോദുഃഖങ്ങളായിരിക്കും, കനത്ത പരാജയവും ആയിരിക്കും ഇതിന്റെ അനന്തരഫലം.
അത് നബിമാരാണെങ്കിൽ പോലും, അള്ളാഹുവിന്റെ ഔലിയാക്കളാണെങ്കിൽ പോലും, എന്റെ കൂടെ എന്റെ നാഥനുണ്ട്, അതാണ് എന്റെ കരുത്ത് എന്ന ബോധം കൈവിട്ടുപോയാൽ, ആ ബോധം വിസ്മരിക്കപ്പെട്ടാൽ, ആ ഉറച്ച ഈമാനിൽ നിന്ന് ചെറുതായി ഒന്ന് വ്യതിചലിച്ചാൽ, അത് നബിയാണെങ്കിലും ശരി, വലിയാണെങ്കിലും ശരി, മുസൽമാനാണെങ്കിലും ശരി, കനത്ത അടി വരും, വമ്പിച്ച പരാജയം വരും തീർച്ച. ഇതും ആദ്യം പറഞ്ഞ വിജയത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞു തന്ന അല്ലാഹു പതനങ്ങളുടെ ചരിത്രവും ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ അംബിയ മുർസലുകൾക്ക് ജീവിതത്തിൽ വന്ന പരാജയങ്ങളുടെ വേളകൾ, ക്ലേശങ്ങളുടെ, പ്രതിസന്ധികളുടെ സാഹചര്യങ്ങൾ, അവർക്ക് പരാജയം വന്നു ഭവിക്കാനുണ്ടായ കാരണം വിശുദ്ധ ഖുർആനും ചരിത്രങ്ങളും അത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, മനുഷ്യകുലത്തിന്റെ പിതാവ്, ഒരു ദുർബലമായ നിമിഷത്തില് പിശാചിന്റെ പ്രേരണക്ക് വശംവദനായിട്ട് വിലക്കപ്പെട്ട കനി ഭുജിച്ചപ്പോൾ പിന്നെ ക്ലേശങ്ങളുടെ പരമ്പരയല്ലേ നമ്മുടെ ഉപ്പാപ്പ അനുഭവിച്ചത്? ഒരു ദുർബലമായ നിമിഷത്തില് എന്റെ റബ്ബ് എന്ന ഉറച്ച ബോധത്തിൽ നിന്ന് ഒന്ന് വ്യതിചലിച്ചു പോയപ്പോൾ അതിന്റെ തിക്തഫലം വളരെ വലുതായിരുന്നു. പിന്നെ ക്ലേശങ്ങളുടെ പരമ്പരയായിരുന്നു. തഫ്സീറുകളിൽ കാണാലോ, വിലക്കപ്പെട്ട കനി ഭുജിച്ചപ്പോ ആദമേ, സ്വർഗീയ വിഭവങ്ങൾ, കനികൾ വേണ്ടുവോളം ഭുജിച്ചുകൊള്ളുക, വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ, നീയും കെട്ടിയോളും ആ മരത്തിലേക്ക് അടുത്തു പോകരുതേ, അത് നിങ്ങൾ അക്രമികളാകാൻ മതിയായ കാരണം, അതിൽ നിന്ന് കായ്ക്കനികൾ പറിച്ചു ഭുജിച്ചാൽ നിങ്ങൾ ളാലിമീകളിൽ പെട്ടുപോകും എന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിശാച് വന്നു, സ്വാധീനിച്ചു. ഒരു ചെറിയ സെക്കൻഡുകളിൽ റബ്ബ് എന്ന കൺസെപ്റ്റിൽ നിന്ന് നമ്മുടെ ഉപ്പ മാറി, അത് പറിച്ചു കഴിച്ചു. എന്താ സംഭവിച്ചത്? ഇന്ന ആദമ ലമ്മാ അകല മിനശ് ശജറതി, ആ പഴം അങ്ങ് എടുത്തു കഴിച്ചപ്പോൾ തഹറകത് മിഅദതുഹു, കുറച്ച് കഴിഞ്ഞപ്പോ ആമാശയത്തിനകത്ത് നിന്നൊരു വൈബ്രേഷൻ, വയറ്റിനകത്ത് നിന്നൊരു ഇളക്കം. എന്തിനാ ഇളകുന്നത്? ലിഖുറൂജി സിഖലി, ആ കഴിച്ച ആഹാരം മാലിന്യമായി അതൊന്ന് വിസർജിക്കാൻ വേണ്ടി, പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടുള്ള അസ്വസ്ഥതകൾ ആദം നബി അലൈഹിസ്സലാമിന്. വലം യകുൻ ദാലിക ഫീ ശൈഇൻ മിൻ അത്ഇമത്തിൽ ജന്നതി ഇല്ലാ ഫീ ഹാദിഹി ശജറ. ഈ വിസർജിക്കാൻ മുട്ടുന്ന സൂക്കേട് സ്വർഗത്തിലെ ഒരു പഴത്തിനുമില്ല. ഏത് പഴം കഴിച്ചാലും മലമൂത്ര വിസർജനത്തിന്റെ ആവശ്യമില്ല. അതാണ് സ്വർഗീയ വിഭവങ്ങൾ. ഇല്ലാ ഫീ ഹാദിഹി ശജറ, ഈ മരത്തിലേക്ക് പോയാൽ വിസർജിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു അങ്ങോട്ട് പോകണ്ട, അത് സ്വർഗത്തിൽ വസിക്കുന്ന നിനക്കും പ്രിയതമക്കും പറ്റിയ കായയല്ല അതിലുള്ളത് എന്ന് പറഞ്ഞ് വിലക്കാനുണ്ടായ കാരണവും അത് തന്നെ മുഫസ്സിറുകൾ പറയുന്നു. അങ്ങനെ അത് എടുത്തു കഴിച്ചു. വിസർജിക്കണം, എന്തു ചെയ്യും? ഫജഅല യദൂറു ഫിൽ ജന്ന, ആ അസ്വസ്ഥതയോടുകൂടെ സ്വർഗത്തിലൂടെ അങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങി അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. നന്നായി മുട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിൽപ്പ് ഉറക്കൂല, അതങ്ങനെയുള്ള അതിന്റെ സ്വഭാവം. ഫജഅല യദൂറു ഫിൽ ജന്ന, സ്വർഗത്തിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങി. ഈ രംഗം കണ്ട അല്ലാഹു ഫഅർസലല്ലാഹു ഇലൈഹി മലക്കൻ യുഖാതിബുഹു, ആദമിനോട് സംവദിക്കാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി അല്ലാഹു ഒരു മലക്കിനെ അയക്കുകയാണ്. പോയി സംസാരിച്ചു നോക്ക്, എന്താണ് ആദമിന് പറ്റിയത്? അങ്ങനെ നടക്കുകയുള്ളോ? മലക്ക് ചെന്നു, അള്ളാന്റെ നിർദ്ദേശപ്രകാരം സംസാരിച്ചു. എന്താ കുഴപ്പം? ഒന്ന് വിസർജിക്കണം, ഈ ഭാരം ആമാശയത്തിൽ നിന്ന്, കുടലുകളിൽ നിന്നൊന്ന് ഇറക്കി വെക്കണം, അല്ലാതെ എനിക്ക് സ്വസ്ഥതയില്ല.
മലക്ക് പറഞ്ഞു, ഇവിടത്തെ സ്വർഗീയ കട്ടിലുകൾ അതിനു പറ്റിയതല്ലല്ലോ, സ്വർഗീയ മെത്തകളും വിരിപ്പുകളും വിസർജിക്കാൻ പറ്റിയതല്ലല്ലോ, സ്വർഗത്തിലെ അരുവികളും അരുവികളുടെ പുഴകളുടെ തീരങ്ങളും മലമൂത്ര വിസർജനത്തിന് പറ്റിയതല്ലല്ലോ, സ്വർഗീയ മരങ്ങളുടെ താഴ്ഭാഗം നിഴലുകൾ അത് മലമൂത്ര വിസർജനത്തിന് പറ്റിയതല്ലല്ലോ, ഇവിടെ ടോയ്ലറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം ഭൂമിയിലേക്ക് പോയിക്കോ, അതിനുവേണ്ടി വിസർജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അതിനൊക്കെ പറ്റിയ ഒരു ലോകമാണ് ഭൂമി, അങ്ങോട്ട് പോക്കോ. മലക്ക് അള്ളാന്റെ നിർദ്ദേശപ്രകാരം പറയാം. എന്തൊക്കെ പ്രശ്നങ്ങള് നമ്മൾ സ്വർഗത്തുനിന്ന് പുറത്തായി എന്ന് പറയുന്നല്ലാതെ അതിന് ആ പുറത്താകലിന് കാരണമായിട്ടുണ്ടായ പ്രയാസങ്ങൾ, ഒരു പ്രസവത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ന ആദമ ലമ്മാ അകല മിനശ്ശജറ, ആ കനി ഭുജിച്ചപ്പോൾ തതായറത്തിൽ ഹിലലു അൻ ജസദിഹി, ഉടുത്തിരുന്ന ഉടയാട അങ്ങ് അഴിഞ്ഞു വീണു. വബദത് ഔറതുഹു, ആദം നബി അലൈഹിസ്സലാമിന്റെ നഗ്നത വെളിവായി. ഖുർആൻ പറയുന്നുണ്ട്, സ്വർഗത്തിലെ ഒരു മരത്തിലെ ഇല പറിച്ചിട്ട് അവര് നാണം മറച്ചൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. വബദത് ഔറതുഹു, ശരീരത്തിൽ നിന്ന് മുണ്ടഴിഞ്ഞു വീണു, നഗ്നത വെളിവായി. വനൂദിയ മിൻ ഫൗഖിൽ അർശ്, അല്ലാഹുവിന്റെ സിംഹാസനം അർശിന്റെ മുകളിൽ നിന്നൊരു പ്രഖ്യാപനം മുഴങ്ങിക്കേൾക്കുന്നു. എന്താണത്? ഇഹ്ബിത്വാ മിൻ ജിവാരി, എന്റെ അയൽപക്കത്ത് നിന്ന്, എന്റെ സ്വർഗരാജ്യത്തിൽ നിന്ന് ഗെറ്റ് ഔട്ട്. ഫഇന്നഹു ലാ യുജാവിറുനി മൻ നസാനി, എന്നെ മറന്നവർക്ക് ഇവിടെ പാർക്കാൻ അർഹതയില്ല, എന്റെ അയൽപക്കത്ത് നിലകൊള്ളാൻ വകുപ്പില്ല. അതുകൊണ്ട് ഇഹ്ബിതാ, നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിക്കൊള്ളുക. ഈ പ്രഖ്യാപനം കേട്ടിട്ട് ഫൽതഫത ആദമു ഇലാ ഹവ്വാ ബാകിയാ, മനുഷ്യകുലത്തിന്റെ പിതാവ് മനുഷ്യകുലത്തിന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി, എന്നിട്ട് കരഞ്ഞു പറയുകയാണ്, ഹബീബിന്റെ സച്ചാരത്ത് നിന്ന്, അയൽപക്കത്ത് നിന്ന്, അവന്റെ ഇഷ്ടഭവനത്തിൽ നിന്ന്, എപ്പോഴും ഹബീബുമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഈ സ്ഥാനത്ത് നിന്ന് നാം ഇതാ പുറത്താക്കപ്പെടുകയാണ്. കരഞ്ഞും കൊണ്ടിറങ്ങിപ്പോന്നു. ഒരു ചെറിയ നിമിഷം റബ്ബിനെ കുറിച്ചുള്ള ബോധം കൈവിട്ട് പോയതിന്റെ പ്രത്യാഘാതം ആദ്യ നബിക്കുണ്ടായ അനുഭവമാണിത്. വിശുദ്ധ ഖുർആൻ ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് ഇറാഖ് എന്ന രാഷ്ട്രത്തിലെ, ഇറാഖ് എന്ന രാജ്യത്തെ വടക്ക് ഭാഗത്ത് നിലകൊള്ളുന്ന ടൈഗ്രീസ് നദിയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് നീനുവ ഗ്രാമം. അങ്ങോട്ടൊന്ന് പോകാം. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഖുർആൻ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. എന്റെ കൂടെ വരുന്നവർക്കൊക്കെ വരാ. ഇറാഖിന്റെ വടക്ക് ഭാഗത്ത് ടൈഗ്രീസ് നദിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വില്ലേജാണ് നീനുവ എന്ന് പറയുന്ന ഗ്രാമം. എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? ഈ പാഠം പഠിക്കാൻ. എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ എന്ന ബോധത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നബിയായാലും രക്ഷയില്ല, സമാധാനമില്ല എന്ന പാഠം പഠിക്കാൻ വേണ്ടി നമുക്ക് ആ നാട്ടിലേക്ക് പോകാം. എന്താണ് ആ നാടിന്റെ പ്രത്യേകത? നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാമിനെ നീനുവ നാട്ടിലേക്കാണ് അള്ളാഹു പറഞ്ഞയച്ചത്. ആ പ്രവാചകൻ തന്റെ ജനതയിലേക്ക് കടന്നു ചെന്ന് നിരന്തരം ധർമ്മോപദേശങ്ങൾ നടത്തി, സത്യത്തിന്റെ പ്രബോധനം നിരന്തരം നടത്തി. പക്ഷേ ആ ജനത സത്യത്തെ നിരന്തരം നിരാകരിക്കുകയായിരുന്നു, തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെ ജനങ്ങൾ ഇത് സ്വീകരിക്കില്ല എന്ന് മനസ്സിലായ വേളയില് അള്ളാഹുവിന്റെ ഓർഡർ ലഭിക്കുന്നതിന്റെ മുമ്പ് ഞാനിത് വെള്ളത്തിൽ എഴുതുന്നത് പോലെ ഒരു തരം പാഴ്വേലയാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയ യൂനുസ് നബി അലൈഹിസ്സലാം നീനുവ വിട്ട് ഇറങ്ങിപ്പോവാണ്. അള്ളാഹുവിന്റെ ഉത്തരവ് കിട്ടുന്നതിന്റെ മുമ്പ് നാട് വിട്ട് തന്റെ ജനതയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. ആ ഇറങ്ങിപ്പോകല്
എന്റെ കൂടെ എന്റെ റബ്ബുണ്ടല്ലോ, റബ്ബ് വെള്ളത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഞാൻ എഴുതിയാൽ മതിയല്ലോ എന്നാണ് ഒരു നബി ചിന്തിക്കേണ്ടത്. സാധാരണക്കാർ ചിന്തിക്കുമ്പോ ഇതൊരു കുറ്റമല്ല, ഒരു കുഴപ്പമല്ല. പക്ഷേ റബ്ബിന്റെ ഓർഡർ ഇല്ലാതെ ഒരക്ഷരം ഉരിയാടാൻ പാടില്ല, റബ്ബിന്റെ നിർദ്ദേശമില്ലാതെ അനങ്ങാൻ പാടില്ല. ഇതാണ് നബിമാരുടെ പ്രത്യേകത. അള്ളാഹുവിന്റെ ഉത്തരവ് ലഭിക്കും മുമ്പ് തന്റെ ജനതയുടെ പ്രതികരണത്തിൽ പ്രയാസപ്പെട്ട് യൂനുസ് നബി അലൈഹിസ്സലാം നാടുവിട്ടിറങ്ങിപ്പോയി. وَإِنَّ يُونُسَ لَمِنَ الْمُرْسَلِينَ إِذْ أَبَقَ إِلَى الْفُلْكِ الْمَشْحُونِ فَسَاهَمَ فَكَانَ مِنَ الْمُدْحَضِينَ فَالْتَقَمَهُ الْحُوتُ وَهُوَ مُلِيمٌ فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون فنبذناه بالعراء وهو سقيم وأنبتنا عليه شجرة من يقطين وأرسلناه إلى 100,000 أو يزيدون. സൂറത്തു സ്വാഫാത്തിൽ അള്ളാഹു ആ ചരിത്രം ഇങ്ങനെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. ഞാൻ ആ കഥ പറഞ്ഞിട്ട് നേരം കളയുന്നില്ല, അതിലുള്ള ഗുണപാഠത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തീർച്ച യൂനുസ് നബി നിങ്ങൾ വിചാരിച്ച മാതിരിയുള്ള ആളൊന്നുമല്ല, എന്റെ സത്യദൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളു തന്നെ, ഉറപ്പ്. ഈ കഥ കേട്ടിട്ട് യൂനുസിന്റെ സ്ഥാനം നിങ്ങൾ ചെറുതായി കാണണ്ട. അലൈഹിസ്സലാം ഉറപ്പായിട്ടും സത്യദൂതന്മാരിൽപ്പെട്ട ആളു തന്നെയാണ് എന്റെ ഇഷ്ടദാസനായ യൂനുസ് അലൈഹിസ്സലാം. ഇത് അബഖ ഇലൽ ഫുൽകിൽ മശ്ഹൂൻ, തന്റെ നാട്ടുകാരെ വെറുത്തിട്ട് ആ നാട്ടുകാരോട് ഇഷ്ടക്കേട് തോന്നിയിട്ട് നാട് വിട്ടിട്ട് സമുദ്രതീരത്ത് ചെന്ന് നോക്കുമ്പോ ആളുകൾ കേറിയിട്ട് ചരക്കൊക്കെ കേറ്റിയിട്ട് നിറക്കപ്പെട്ട ഒരു കപ്പലാണ് കണ്ടത്. ആ കപ്പലിലേക്ക് യൂനുസ് ഓടിക്കേറി. ഇത് അബഖയിലൽ ഫുൽകിൽ മശ്ഹൂൻ, നിറഞ്ഞ് ആവശ്യത്തിന് യാത്രക്കാരുള്ള കപ്പലിലേക്ക് ഓടിക്കേറി. കപ്പല് ഓട്ടം തുടങ്ങിയപ്പോ കാറ്റിലും കോളിലും തിരയിലും പെട്ട് കപ്പൽ അപകടത്തിൽപ്പെടാനായി. അതിനകത്തുള്ള യാത്രക്കാർക്ക് ഉറപ്പായി ലോഡ് കുറച്ചിട്ടല്ലാതെ ഇനി ഇതിലുള്ള ആരും രക്ഷപ്പെടുകയില്ല, ചരക്കുകളും രക്ഷപ്പെടൂല. എങ്ങനെ ലോഡ് കുറക്കുക? ആരെങ്കിലും പിടിച്ചിട്ടൊന്ന് പുറത്തിടണം. അതിനവര് നറുക്കെടുപ്പ് നടത്തി. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫസാഹമ ഫകാന മിനൽ മുദ്ഹളീൻ. യൂനുസും നറുക്കെടുപ്പിൽ പങ്കെടുത്തു. ഫകാന മിനൽ മുദ്ഹളീൻ, ആ നറുക്ക് വീണത് യൂനുസിനായിരുന്നു. കപ്പലിൽ നിന്ന് പിടിച്ച് വെള്ളത്തിലിടാനുള്ള നറുക്കാണ് കിട്ടിയത്. അവര് പിടിച്ച് വെള്ളത്തിൽ എറിയുന്നതിന്റെ മുമ്പ് നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാം കടലിലേക്ക് എടുത്തു ചാടി. ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം, ആക്ഷേപാർഹനായ വിധത്തില് നല്ലൊരു പണിയല്ല ചെയ്തത്, അതുകൊണ്ട് മുലീമായി. ആക്ഷേപാർഹനായ വിധത്തില് യൂനുസിനെ ഭീകരനായ ഒരു നീലത്തിമിംഗലം വിഴുങ്ങി, ഒരു മത്സ്യം വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ടോ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, മത്സ്യവയറ്റിനകത്ത് നിന്ന് തസ്ബീഹിൽ വ്യാപൃതനായില്ലായിരുന്നുവെങ്കിൽ, തസ്ബീഹിൽ പിടിച്ചു നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യവയറിൽ തന്നെ കിടക്കേണ്ടി വരുമായിരുന്നു.
അപ്പൊ എന്ത് മനസ്സിലായി? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് കൊണ്ട് മത്സ്യവയറിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. അതെ, ഫനബദ്നാഹു ബിൽഅറാഇ വഹുവ സഖീം. മത്സ്യം സമുദ്രതീരത്ത് വന്ന് അങ്ങ് കക്കിക്കളഞ്ഞു. അള്ളാഹു പറയുന്നത് എന്താണ്? നാം സമുദ്രതീരത്തേക്ക് യൂനുസിനെ തള്ളി. വഹുവ സഖീം, അപ്പോഴേക്ക് ക്ഷീണിതനായിട്ടുണ്ട്, രോഗിയായിട്ടുണ്ട്. തിമിംഗലത്തിന്റെ വയറ്റുന്നല്ലേ, അതന്നെ അത്ഭുതമാണ്. ഒരു നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തുക എന്നുള്ളവർക്ക് രക്ഷപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ ബാക്കി ഉണ്ടാവൂല. ആ ക്ഷീണം മാറ്റാൻ ചുരക്കാവള്ളി, ചുരങ്ങാന്നോ ചെരങ്ങാന്നൊക്കെ പറയുന്ന ആ സാധനത്തിന്റെ വള്ളി അദ്ദേഹം കിടക്കുന്നതിന്റെ ചുറ്റുഭാഗം പടർത്തിയിട്ട് പെട്ടെന്ന് ചുരക്ക ഇഷ്ടം പോലെ കൊടുത്ത് അത് കഴിച്ചു, ആരോഗ്യം വീണ്ടെടുത്തു. കഥ വളരെ വിശാലമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെയാണ് അവസാനം പറയുന്നത്. 100,000-ൽ പരം ആളുകളുള്ള നീനുവ നാട്ടിലേക്ക് വീണ്ടും യൂനുസിനെ നാം നിയോഗിച്ചു. എന്ന് വെച്ചാല് ഇദ്ദേഹം നാട് വിട്ട് ഇറങ്ങിപ്പോയപ്പോ ആ നാട്ടുകാരാണ് നന്നായി. അങ്ങനെയാണ്, ചില പള്ളിയിൽ നിന്നൊരു മൊയ്ലിയിൽ പോയാലായിരിക്കും നാട്ടുകാർ നന്നാവുക. അങ്ങനെയൊക്കെ ഉണ്ട്. മൊല്ലാക്ക രാജ്യത്തേലായിരിക്കും നന്നാവുക. യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നാട് വിട്ടു പോകലോടുകൂടി ആ നാട്ടുകാർ മൊത്തം നന്നായി. പഠിച്ചോനെ, നമ്മെ വെറുത്ത് നമ്മെ ശപിച്ചു പോയതാണോ? ആ മനുഷ്യന്റെ അഭാവം, തിരോധാനം നമുക്ക് തീരാ നഷ്ടമാണല്ലോ. ആ ജനത ഖേദിച്ചു മടങ്ങി. അവര് യൂനുസ് നബി അലൈഹിസ്സലാമിനെ പരതി തിരക്കി നിരന്തരം അന്വേഷിച്ച് നടന്നു, കണ്ടെത്താനായില്ല. ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. മരുഭൂമി താണ്ടിക്കടന്ന് കുറ്റിക്കാടുകളും ചെറുവൃക്ഷങ്ങളുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ പാത്തും പതുങ്ങിയും തൻ്റെ നീനുവ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നത് ആദ്യം കണ്ടതൊരു ഇടയനായ സഹോദരനാണ്. അദ്ദേഹം യൂനുസ് നബിയെ കണ്ടു, കണ്ണ് ഇമ വെട്ടാതെ നോക്കി, തൊട്ടടുത്ത് ചെന്ന് മുഖത്ത് അത്ഭുത പരതന്ത്രനായി നോക്കി. അന്ത യൂനുസ്, താങ്കൾ യൂനുസ് അല്ലയോ? അതെ, ഞാൻ തന്നെ യൂനുസ്. ഉടനെ ഇടയൻ പറഞ്ഞു, നിങ്ങളെ അന്വേഷിച്ച് നടന്ന് നടന്ന് ഞങ്ങളുടെ കാൽപാദങ്ങൾക്ക് തേച്ചില് പറ്റി, തേഞ്ഞുപോയി. അത്രമാത്രം നിങ്ങളെ അന്വേഷിച്ച് നടന്നു ഞങ്ങൾ. നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോയതിൽ പിന്നെ നാട്ടുകാരൊക്കെ നന്നായി. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്ക് വേണ്ടി, എന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാനന്ന് മോചിതനാകാൻ വേണ്ടി, ഇടയ ജോലി എനിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചെറിയ കുറ്റിക്കാട്ടിലൊന്ന് ഒളിച്ചു നിൽക്കാമോ? യൂനുസ് നബി അലൈഹിസ്സലാം സമ്മതിച്ചു. അവിടെ പതുങ്ങിയിരുന്നു. നേരെ ഇദ്ദേഹം ആടുകളൊക്കെ അവിടെ ഇട്ടിട്ട് നാട്ടിലേക്ക്, നീനുവ നാട്ടുകാരാ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ ജനമേ, ഞാൻ യൂനുസിനെ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് സമ്മാനം തന്നാൽ ഞാൻ നിങ്ങൾക്ക് യൂനുസിനെ കാണിച്ചു തരാം. നാട്ടുകാര് വലിയ സമ്മാനം ഓഫർ പ്രഖ്യാപിച്ചു. അങ്ങനെ യൂനുസ് നബിയെയും കൂട്ടിയിട്ട് നീനുവയിലേക്ക് തിരിച്ചു പോവാൻ. രാജകീയ വരവേൽപ്പ്. ഇടയനും കഴിച്ചിലായി. അപ്പൊ ഇതിന്റെ ഇടയിലുണ്ടായ ഈ ഹലാക്ക്, ഈ ബുദ്ധിമുട്ട് എന്തേത്? ദുർബലമായ ഒരു നിമിഷത്തില് ഇന്ന മഴ റബ്ബി, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ എടുത്താൽ മതി. മൂടില്ലാത്ത ബക്കറ്റിൽ വെള്ളം കോരണം എന്നാണ് അള്ളാന്റെ നിർദ്ദേശമെങ്കിലും ഞാൻ കോരണം. വെള്ളം കിട്ടൂലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളിൽ ഈ ചെയ്യുന്നത് പ്രബോധനം പാഴ്വേലയാണെന്ന് ഞാൻ മനസ്സിലാക്കി തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുക എന്നുള്ളത് ഇന്ന മഴ റബ്ബി എന്ന ബോധത്തിൽ നിന്നുള്ള വ്യതിയാനാണ്. ഇത് സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റമല്ല കേട്ടോ. ഈ പള്ളിയിൽ ഞാൻ നിരന്തരം വഴന്നറിഞ്ഞു, കമ്മിറ്റിക്കാരോട് വഴന്നറിഞ്ഞു, ആരും കേൾക്കണില്ല. എന്റെ പണി നോക്കി പോകുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ പോയാൽ ഒരിക്കലും ഞാൻ ആക്ഷേപാർഹനാകുന്നില്ല. പറഞ്ഞാൽ അനുസരിക്കുന്ന ജനതയിലേക്ക് ഞാൻ തിരിച്ചു പോവാന്നുള്ളത്, അല്ലെങ്കിൽ എന്റെ പണി നോക്കി പോവാന്നുള്ളത് തെറ്റാകൂ കൂട്ടരെ. അക്രമികളായ മുശ്രിക്കുകളായ ഒരു വിഭാഗം ജനത, അവരോട് നിരന്തരം സുവിശേഷ പ്രസംഗം നടത്തി, ബോധവൽക്കരിച്ചു. ഒരനക്കും അവർക്കില്ല. പണി നോക്കി പോവാന്നുള്ളത് കുറ്റാണോ? നമ്മെ സംബന്ധിച്ചിടത്തോളം കുറ്റല്ല. പക്ഷേ നബിയെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റാണ്. ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ. സാധാരണക്കാരുടെ നന്മകൾ അള്ളാഹുവിന്റെ മുഖറബുകളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർക്ക് കടുത്ത അപരാധമായിരിക്കും, വലിയ കുറ്റായിരിക്കും. അതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്.
അല്ലാതെ നബിമാരൊക്കെ ഇഷ്ടം പോലെ തെറ്റ് ചെയ്യുന്നവരാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അവർ മാനവകുലത്തിന്റെ മാതൃകായോഗ്യരായ ഗുരുനാഥന്മാരാണ്. പള്ളിക്കല മൂലിയര് വീടിയലിച്ചാല്, പള്ളിക്കല മൂലിയര് നിന്ന് മുള്ളിയാല് മക്കൾ കറങ്ങി മുള്ളുന്നുള്ളൊരു ചൊല്ലുള്ളത് പോലെ അങ്ങനെ തന്നെയാണ് അതുള്ളത്. അമ്പിയാക്കളിൽ നിന്ന് അങ്ങനെ മനുഷ്യ സഹജമായ വിധത്തിലുള്ള സാധാരണ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന റോങ് പ്രവർത്തനങ്ങളും ചിന്തകളും അള്ളാഹു അവർക്ക് കൊടുക്കൂല. അവർക്ക് ഇസ്മത്തുണ്ട്. പിന്നെ ഇതൊക്കെ എന്തിനാണ് അള്ളാഹു നമുക്ക് പറഞ്ഞത്? ഇന്ന മഴി റബ്ബി എന്ന ബോധത്തിൽ നിന്ന് വേറിട്ട് പോയാലുള്ള അപകടം. ഇനി യൂനുസ് നബി അലൈഹിസ്സലാമിൽ നിന്ന് നമുക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിലേക്ക് ഒരു യാത്ര നടത്താം. യൂസുഫ് നബി അലൈഹിസ്സലാം ചെറിയൊരു സമയത്ത് ഇന്ന മഴി റബ്ബി എന്ന ബോധം ഒന്ന് കൈവിട്ടപ്പോ അതിന് കിട്ടിയ പണി 8ന്റെ പണിയായിരുന്നു. 8ന്റെ പണി എന്ന് പറഞ്ഞാല് 7 വർഷം ജയിൽവാസം ഒന്നാണ് നീട്ടിക്കിട്ടി. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഈജിപ്തിലെ കാരാഗ്രഹത്തിൽ ജയിലിൽ കഴിയുന്ന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അല്ലേ? ചെയ്യാത്ത കുറ്റല്ലേ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റഈസുൽ മുഫസ്സിരീന ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റം ആരോപിച്ച് കഴുതപ്പുറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കയറ്റിയിരുത്തിയിട്ട് ഈജിപ്തിന്റെ തെരുവോരങ്ങളിലൂടെ പെരുമ്പറയടിച്ച് ചെണ്ട കൊട്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ് അവർ നടത്തി, അപമാനിച്ചു, പരിഹസിച്ചു. ദേ സിറിയക്കാരനായ യൂസുഫ് യജമാനത്തിയെ കേറി പിടിക്കാൻ തുനിഞ്ഞു. അവനുള്ള പ്രതിഫലം ജയിലറയാണ്. യജമാനത്തിയെ പീഡിപ്പിക്കാൻ ഒരുങ്ങിയ സിറിയക്കാരൻ ചെറുപ്പക്കാരനായ അടിമക്കുട്ടി യൂസുഫ് അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നും പറഞ്ഞ് അവർ ചെണ്ട കൊട്ടി കഴുതപ്പുറത്തിരുത്തിയാണ് ആനയിച്ചത്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യവേ മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കരഞ്ഞുപോയി എന്നും തഫ്സീറിൽ കാണാം. ഒരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ, ഒരു കുറ്റം ചെയ്തിട്ടില്ല. തെളിവുകളൊക്കെ യൂസുഫ് നബിക്ക് അനുകൂലമായിരുന്നു. അള്ളാഹുവിന്റെ ഒരു വിധിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ജയിലിലേക്ക് പറഞ്ഞയച്ചു. കുറ്റൊന്നും ചെയ്തിട്ടില്ല. അള്ളാഹു പറയുന്നു, വദഖല മഅഹു സിജ്ന ഫതയാൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ 2 യുവാക്കളും ജയിലിനകത്ത് കയറി ജയിലിലേക്ക് വന്നു. എന്താണ് അവർ ചെയ്ത കുറ്റം? ആരായിരുന്നു അവര് രാജകൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഈ 2 ചെറുപ്പക്കാര്. ഒരാൾ രാജാവിന് റൊട്ടിയുണ്ടാക്കുന്ന ഭക്ഷണപ്പുരയിലെ ഊട്ടുപുരയിലെ മേധാവിയായിരുന്നു ഒരാള്. മറ്റേയാൾ രാജാവിന് പാനീയമുണ്ടാക്കി പാനീയമൊഴിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടാമൻ. ഈ 2 പേരും ജയിലിനകത്തായി. എന്താ കാരണം? രാജാവിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചു എന്ന കുറ്റം. ആ കുറ്റത്തിന്റെ പേരിലാണ് അവർ 2 പേരും ജയിലിലടക്കപ്പെട്ടത്. ഇതൊക്കെ തഫ്സീറിൽ കാണാം. അള്ളാഹു ആ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. യൂസുഫ് നബിയോടൊപ്പം 2 ചെറുപ്പക്കാരും ജയിലിനകത്തേക്ക് കയറി വന്നു. ഖാല അഹദുഹുമാ ഇന്നി അറാനി അഅ്സിറു ഖംറാ وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير من فنبئنا بتأويله إنا نراك من المحسنين. സൂറത്ത് യൂസുഫിൽ കാണാം. അത് എന്താ? ഈ കൂടെയുള്ള ചെറുപ്പക്കാരായ 2 തടവ് പുള്ളികൾ പറഞ്ഞത്, അവർ 2 പേരും ഒരു സ്വപ്നം കണ്ടു. രാജാവിന് റൊട്ടി ഉണ്ടാക്കുന്ന ഊട്ടുപുരയിലെ മേധാവിയായ ഉദ്യോഗസ്ഥൻ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഒരു സ്വപ്നം പറഞ്ഞു. രാജാവിന് വീഞ്ഞും അതുപോലെ ജ്യൂസുമൊക്കെ പാനീയങ്ങൾ റെഡിയാക്കി കൊടുക്കുന്ന ആള് വേറൊരു സ്വപ്നം പറഞ്ഞു. എന്താണ് രാജാവിന് പാനീയം വിളമ്പി കൊടുക്കുന്ന ആള് പറഞ്ഞത്? ഇന്നി അറാനി അഅ്സിറു ഖംറ, ഞാൻ വീഞ്ഞ് പിഴിഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. വഖാലൽ ആഖർ, മറ്റേ റൊട്ടിക്കാരൻ പറഞ്ഞു, ഇന്നി അറാനി, ഞാൻ കണ്ടത് അഹ്മിലു ഫൗഖ റഅസി ഖുബ്സ, ഞാൻ റൊട്ടി തലയിൽ വെച്ച് പോകുന്നു.
ആ സമയത്ത് തഅ്കുലു ത്വയ്റു മിൻഹു, കഴുകന്മാർ വന്ന് ആ റൊട്ടി എന്റെ തലയിൽ നിന്ന് കൊത്തിപ്പറിക്കുന്നു. ഇതാണ് ഞാൻ കണ്ടത്. ഫനബ്ബിഇനാ ബിതഅ്വീലിഹി, ഞങ്ങൾ രണ്ടുപേരും കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് അറിയിച്ചു തരുക. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നീ ഒരു സാധാരണ കുറ്റവാളിയല്ല, നിന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഒരിക്കലും നിന്നിൽ നിന്ന് സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം ആ ജയിൽവാസത്തിൽ കൂടെ നിന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ. ആ നുബുവത്തിന്റെ വെളിച്ചം എവിടെയാണെങ്കിലും ഉണ്ടാവുമല്ലോ, അത് ജയിലിലായാലും അങ്ങാടിയിലായാലും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നീ പ്രത്യേക നന്മയുള്ള ആളാണ്, മുഹ്സിനാണ്, അതുകൊണ്ട് മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാണ്. ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം. ഖുർആൻ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്, ഞാൻ ഓതുന്നില്ല, നേരല്ല. എന്തു പറഞ്ഞു? വീഞ്ഞ് പിഴിഞ്ഞുണ്ടാക്കുന്ന ആളോട് പറഞ്ഞു, നീ ഈ ജയിലിൽ നിന്ന് മോചിതനാകും, റിലീസാകും, മോചനം കിട്ടും. മോചനം കിട്ടിയിട്ട് രാജകൊട്ടാരത്തിൽ പഴയ പണിക്ക് തന്നെ നിന്നെ തിരിച്ചെടുക്കും. മറ്റേ ആളോട് പറഞ്ഞു, നിന്നെ ക്രൂശിക്കപ്പെടും, നീ ക്രൂശിക്കപ്പെടും, നിന്നെ കുരിശിലേറ്റും, അങ്ങനെ നിന്നെ കൊല്ലും. നീ വധിക്കപ്പെട്ടാൽ, കുരിശിൽ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ തലയിൽ കഴുകന്മാർ വന്ന് കൊത്തിപ്പറിച്ച് നിന്റെ ശരീരത്തിലുള്ള മാംസം അവർ ഭുജിക്കും എന്ന് മറ്റേ ആളോട്. ഇത് കേട്ടപ്പോ ഞാൻ അങ്ങനെ കിനാവൊന്നും കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോഴേ അങ്ങനെ ചില ഫത്വയൊക്കെ ചോദിച്ചിട്ട് വരുമല്ലോ സ്വത്തിന്റെ ഒക്കെ. അപ്പൊ അവനാന്റെ അക്കൗണ്ടിൽ നിന്ന് നല്ലോണം പോകുന്നു കണ്ടാ പിന്നെ ചോദിച്ചിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, മൊയ്ലിയുടെ റൂമിക്ക് വന്നിട്ടുമില്ല, അസ്സലാമു അലൈക്കും വലൈക്കുസ്സലാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് വ്യാഖ്യാനം കുറച്ച് ഡേഞ്ചറാന്ന് കേട്ടപ്പോ ഞാൻ അങ്ങനെ കിനാവൊന്നും കണ്ടിട്ടില്ല. അവിടെയാണ് ഖുലിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, ആ സൂറത്തിൽ തന്നെ കാണാം. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് തീരുമാനിക്കപ്പെട്ടു, അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം. നമ്മളെ വിഷയം അതൊന്നുമല്ല, വിഷയം അവിടെ ഒന്നുമല്ല. وقال للذي ظن أنه ناج منهما اذكرني عند ربك فأنساه الشيطان ذكر ربي فلبث في السجن بضع سنين. രണ്ട് തടവുപുള്ളികൾ കൂടെയുണ്ട്, സഹതടവുകാർ കൂടെയുണ്ട്. ഒരാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടും, മറ്റേയാൾ ജയിലിൽ തന്നെ കിടന്ന് അവസാനം കുരിശിൽ മരിക്കേണ്ടി വരും. ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന ആളോട് ഖാല നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ലില്ലദീ ലന്ന അന്നഹു നാജിം മിൻഹുമാ, ഈ തടവുപുള്ളികളിൽ നിന്ന് രക്ഷപ്പെടാനിരിക്കുന്ന വ്യക്തിയോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ രക്ഷപ്പെട്ടാൽ, ജയിലിൽ നിന്ന് റിലീസായാൽ, രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടിയിൽ തിരിച്ചെത്തിയാൽ, ഇടയ്ക്കിടെ രാജാവിന്റെ മുന്നിലേക്ക് പോകാൻ ചാൻസ് കിട്ടുന്ന നീ ഉദ്കുർനി ഇൻദ റബ്ബിക, നിന്റെ യജമാനനായ ഈ പ്രദേശത്തിന്റെ അധികാരം കയ്യേന്തുന്ന അധികാരിയായ രാജാവിനോട് എന്നെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തണം. നിരപരാധിയായ സിറിയക്കാരനായ ആ അടിമപ്പയ്യൻ ജയിലിലുണ്ടല്ലോ എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തണം, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തു പറഞ്ഞു? നീ ജയിലിൽ നിന്ന് റിലീസാവുമല്ലോ, അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലിയിൽ തിരിച്ചെത്തുമല്ലോ, തിരിച്ചെത്തുമ്പോ ഉദ്കുർനി, എന്റെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തണം. എന്താ ഓർമ്മപ്പെടുത്തണ്ട്? രാജാവിനോട് ഒന്ന് മോചനത്തിന് വേണ്ടി വഴിയൊരുക്കണം എന്ന് തന്നെ നമ്മളൊക്കെ റെക്കമെൻഡിന് ശ്രമിക്കുന്നത് പോലെ. എന്നാ അവിടെ കൈക്കൂലില്ല, വളഞ്ഞ വഴിയില്ല, പിടിവിട്ട കളിയില്ല, ഒന്നുമില്ല. നേരെ ഇവിടെ നിന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഇയാള് റിലീസായി, ജയിലിൽ നിന്ന് പുറത്തായി, മോചിതനായി, പഴയ ജോലിയിൽ നിയമിക്കപ്പെട്ടു. ജയിലിൽ വെച്ച് യൂസുഫ് നബി പറഞ്ഞത് പിശാച് മറപ്പിച്ച് കളഞ്ഞു, വിസ്മരിപ്പിച്ച് കളഞ്ഞു, ഓർമ്മയിൽ നിന്ന് നശിപ്പിച്ച് കളഞ്ഞു. ഏതാനും വർഷങ്ങൾ വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വന്നു എന്ന് അല്ലാഹു. ഇബിലീസ് മറവി ഇട്ടുകൊടുത്താലും അള്ളാന്റെ കൈയില്ലാതെ നടക്കുവോ? ഒരിക്കലും നടക്കൂല.
മഹാന്മാരായ ഔലിയാക്കൾ പറയുന്നുണ്ട്, ആരിഫീങ്ങൾ പറയുന്നുണ്ട്, മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഇമാം ഖുർത്തുബിയൊക്കെ രേഖാമൂലം ഹദീസോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ രാജാവ് എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്, സൃഷ്ടാവല്ല, ഒരു പടപ്പാണ്. ഒരു പടപ്പിൽ വിശ്വാസമർപ്പിക്കുകയും പ്രതീക്ഷ വെക്കുകയും ചെയ്യുക എന്നത് ഒരു നബിയുടെ ഉന്നതമായ മഖാമിന്, സ്ഥാനത്തിന് ചേരാത്ത ഏർപ്പാടാണ്. എന്ത്? ജയിലിലുള്ള കിടക്കുന്നത് അള്ള കാണില്ലേ? അള്ള ആക്കിയതല്ലേ ജയിലില്. ഇന്ന മഴി റബ്ബി പടച്ചോൻ കൂടെ അവിടെ ഉണ്ടല്ലോ. സ്വതന്ത്ര ലോകത്തുള്ള റബ്ബ് കാരാഗ്രഹത്തിലും ഉണ്ടല്ലോ, തീർച്ചയാണല്ലോ. ആ ഒരു ചിന്തയിൽ നിന്ന് വ്യതിയാനം ഇത് നബിമാർക്ക് ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞില്ലേ, ഞാൻ ഒരു ദിവസം 70 ഇസ്തിഗ്ഫാർ നടത്തുന്നു, 100 തൗബ ചെയ്യുന്നു. എന്തിന്? ഇന്നഹു ലയുഗാനു അലാ ഖൽബി, എന്റെ ഹൃദയത്തിന് ഗൈന് വരും. എന്താ ഗൈൻ? ദിക്റിൽ നിന്നുള്ള വ്യതിയാനം. ഇന്ന മഴി റബ്ബി എന്ന ബോധത്തിൽ അവർ സ്ഥിരം. ആ ബോധത്തിൽ നിന്ന് എപ്പോ മാറുന്നത് അവർക്ക് തെറ്റാണ്. ഞാൻ റബ്ബിന്റെ കൂടെയാണ് എന്നുള്ള ബോധം സദാ നിലനിൽക്കും അവർക്ക്. അതിൽ നിന്ന് ഇടക്കൊന്ന് മനുഷ്യ സഹജമായ അവസ്ഥയിൽ മാറുക എന്നുള്ളത് അവർക്ക് കുറ്റാണ്. ഈ കുറ്റാണ് യൂസുഫ് നബിക്ക് പറ്റിയത്. റബ്ബിനെ മറന്നിട്ട് രാജാവിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ ഇവനെ ഏൽപ്പിച്ചു. ഒന്ന് വിവരം, എന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഉടനെ വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. യൂസുഫ് നബിയോട് ചോദിച്ചു, യാ യൂസുഫ്, താങ്കളുടെ സഹോദരന്മാരുടെ അക്രമത്തിൽ നിന്ന് താങ്കളെ മോചിപ്പിച്ചതാരാ? അവർ നിങ്ങളെ കൊന്നുകളയാൻ തീരുമാനിച്ചിട്ട് ക്രൂരമായ കൊലപാതകത്തിൽ നിന്ന്, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ നിങ്ങളെ വധിക്കുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയതാരാ? യൂസുഫ് നബി പറഞ്ഞു, അല്ലാഹു മാത്രമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. എന്നിട്ടവരാ കൻആനിലെ പൊട്ടം കിണറിലേക്ക് നിങ്ങളെ തള്ളിയിട്ടപ്പോ വേണ്ടുന്ന പോലെ വെള്ളം പോലും ഇല്ലാത്ത ആ കിണറ്റിനടിയിൽ താങ്കൾ വീണ സമയത്ത് ഒരു പോറലുമേൽക്കാതെ, ശരീരത്തിനൊരു അപകടവും പറ്റാതെ നിങ്ങളെ താങ്ങിപ്പിടിച്ച് ഇറക്കി വെച്ചതാരാ? അല്ലാഹുവാണ്. ആ ജനവാസയോഗ്യമല്ലാത്ത, കൂടുതൽ ജനങ്ങളൊന്നും കടന്നു വരാത്ത കൻആനിലെ പറമ്പിലെ പൊട്ടം കിണറിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്തിയതാരാ? അല്ലാഹു മാത്രമാണ്. മിസ്രിലെ പെണ്ണുങ്ങളുടെ ചതിയിലകപ്പെടാതെ താങ്കളെ രക്ഷപ്പെടുത്തിയതാരാ? അല്ലാഹു മാത്രമാണ്. യൂസുഫ് നബിയുടെ മറുപടി, എന്തേ ആ അള്ളാഹ്ക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? അള്ളാഹനെ മറന്നില്ലേ? രാജാവിൽ നിങ്ങൾ പ്രതീക്ഷ വെച്ചില്ലേ? ഒരു സൃഷ്ടിയിൽ നിങ്ങൾ പ്രതീക്ഷ വെച്ചില്ലേ? സൃഷ്ടാവിനെ മറന്നില്ലേ? അതുകൊണ്ട് ഒരു പണിഷ്മെന്റ്, ഒരു 7 വർഷത്തെ ജയിൽവാസം, ഒരു 7 കൂടിയും കടന്നോളൂ, എന്നിട്ടൊന്നും കൂടി നന്നാകാണ്ട് ഒരു 7 കൊല്ലം കൂടി. എന്തിനാ 7 കൊല്ലം ഏറെ കടത്തിയത്? എന്റെ കേസൊന്ന് ഓർക്കണമെന്ന് രാജാവിന്റെ അരികിലേക്ക് തടവുകാരൻ, മോചിതനായ തടവുകാരനെ പറഞ്ഞയച്ച കാരണത്താൽ. ഒരു ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗലം യഖുൽ യൂസുഫ് അലൈഹിസ്സലാം അൽ കലിമത്തല്ലത്തി ഖാല, ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഉദ്കുർനി ഇൻദ റബ്ബിക് എന്ന വാക്ക്, അതെങ്ങാനും രാജാവിന്റെ അടുത്ത് ചെന്ന് ഈ യൂസുഫിന്റെ കാര്യമൊന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞ യൂസുഫ് നബി പറഞ്ഞ വാക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ 7 കൊല്ലത്തെ ജയിൽവാസം ഒരിക്കലും കിട്ടുമായിരുന്നില്ല. അതിന്റെ മുമ്പ് മോചിതനായിരുന്നേനെ. നോക്കൂ നിങ്ങള് നമ്മളൊക്കെ ഈ പടപ്പുകളുടെ പിന്നാലെ പോയി പടപ്പുകളെ ഇലാഹാക്കി, പണത്തെ ഇലാഹാക്കി, സ്ഥാനമാനങ്ങളെ ഇലാഹാക്കി നമ്മൾ എവിടുന്ന് രക്ഷപ്പെടാനാ? ഇന്ന മഈ റബ്ബി ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. എന്നിട്ട് അയൽപക്കക്കാരനെ ശരിയാക്കാൻ വേണ്ടി 10,000 രൂപക്ക് കൊട്ടേഷൻ കൊടുത്തു. ആ ദിക്റാണ് കഴിഞ്ഞിട്ട് കൊടുത്തു. എവിടുന്ന ഈ ഹസ്ബി അല്ലാഹു? എവിടെ ഈ ഹസ്ബി അല്ലാഹു? യൂസുഫ് നബി ചെയ്ത പണിപ്പ് എന്താ? ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യണല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലേ? വളഞ്ഞ വഴിയല്ല, നേരായ വഴിയാ. ഇതിനാണ് 7 വർഷത്തെ സ്പെഷ്യൽ തടവറ. കുറച്ചുകൂടി തടവ് ശിക്ഷ ഒന്ന് നീട്ടിപ്പിടിച്ചു. ഇതിന്റെ കാരണം അതായിരുന്നു. നീ തീരാ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സുലൈമാൻ നബി ഒരു പരവതാനി വിരിച്ചിട്ട് കാറ്റേന്നു. പ്ലെയിനൊന്നും വേണ്ട, കാറ്റിനോടാണ് പറയലാണ്,
അങ്ങോട്ട് വിട്. ഒരു പകലിൽ 2 മാസം യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും ദൂരത്തേക്ക് ഒരു രാവിലത്തെ യാത്ര, വൈകുന്നേരത്തെ യാത്ര, 2 മാസത്തെ യാത്ര പോവായിരുന്നു. ഇതൊക്കെ ഖുർആനിലുണ്ടല്ലോ. ഒരു ദിവസം പരവതാനി വിരിച്ച് സുലൈമാൻ നബി അതിൽ കയറിയിരുന്നു. ലോക ചക്രവർത്തിയല്ലേ, പോട്ടയാർന്നു, ഇന്ന നാട്ടിലേക്ക് പോട്ടയാർന്നു, അങ്ങനെ പറക്കാൻ തുടങ്ങി. അങ്ങനെ പോണ വഴിക്ക് ഫനളറ ഇലാ ഖമീസിഹി, പുത്തൻ ഖമീസ് നീളം കുപ്പായിട്ടിട്ടുണ്ട്, അതിലേക്കൊന്ന് നോക്കി. മുഞ്ചുണ്ടല്ലോ, ഇത് തരക്കേടില്ലല്ലോ. ഫകഅന്നഹു അഅജബഹു, ഞാൻ ഉഷാറന്നല്ലേ, ലോക ചക്രവർത്തിയായ സുലൈമാനല്ലേ ഞാൻ, എനിക്ക് ചേരുന്ന ഡ്രസ് തന്നെ ഉള്ളപ്പത്. ഒരു അകപ്പെരുമ, കിബറൊന്നല്ല, ഒരു ഉജ്ബ് കെട്ട് കയറിയപ്പോ അവിടെ അങ്ങോട്ട് ലാൻഡ് ചെയ്തു. എയറോപ്ലെയിൻ ഉണ്ടല്ലോ, മഴ കാരണം, മേഘാവൃതമായ കാരണം വഴിയിലിറക്കണ പണി. ഇതുപോലെ ലക്ഷ്യത്തിലെത്തുന്നതിന്റെ മുമ്പ് കാറ്റ് അവിടെ പയ്യെ ഒന്നായിട്ട് താഴത്തേക്ക് ഇടിച്ചിട്ട് വലിച്ചെറിഞ്ഞില്ല, പയ്യെ അവിടെ അങ്ങോട്ട് ലാൻഡ് ചെയ്തു. ഫഖാല സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, ലിമ ഫഅൽതി വലം ആമുർക്കി, ഞാൻ പറയാതെ എന്താടാ കാറ്റ് എന്നെ ഇവിടെ ഇറക്കി വെച്ചേ, ഞാൻ ഇവിടെ അല്ലല്ലോ ഇറക്കാൻ പറഞ്ഞത്, എന്റെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ലല്ലോ, എന്താ വഴിയിലിറക്കിയത്? ഫഖാലത്ത്, കാറ്റ് പറഞ്ഞു, ഇന്നമാ നുതിഉക ഇദാ അതഅതല്ലാഹ റബ്ബൽ ആലമീൻ, ഞങ്ങൾ ലോകരക്ഷിതാവിന്റെ പട്ടാള. കാറ്റേ അല്ലേ, പട്ടാളല്ലേ, കത്രീന, എന്തൊക്കെ കോനു യോനു എന്തൊക്കെ പേരിലാ വന്നത്, അള്ളാന്റെ പട്ടാളം അല്ലേ, അല്ലേ, ഞങ്ങൾ അള്ളാന്റെ പട്ടാളമാണ്. നിങ്ങൾക്ക് താങ്കൾക്ക് ഞങ്ങൾ വഴിപ്പെടുന്നത് ഇതാ അത്തഴത്തല്ല, അള്ളാനെ മറക്കാത്ത നേരത്തെ ഞങ്ങൾ ഹെൽപ്പ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇടക്കിടക്ക് കുപ്പായത്തേക്ക് അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റി കുപ്പായത്തേക്ക് അതിന്റെ മുഞ്ചിലേക്കൊക്കെ നോക്കിയാൽ ഇതായിരിക്കും എന്ന് പറഞ്ഞു. അത് പോട്ടെ, എത്ര ചരിത്ര. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാ. ഔഹല്ലാഹു ഇലാ യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് നബിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇസ്രായേൽ എന്ന് പറയുന്ന നബി അല്ലേ, യൂസുഫ് നബിയുടെ ബാപ്പ. അള്ളാഹ് ചോദിച്ചു, തദിരി അല്ല യാക്കൂബേ, ലിമാ ഫറഖ്തു ബൈനക വ ബൈന വലദിക യൂസുഫ, നിങ്ങൾ ഓമനപ്പുള്ളയായിരുന്നു യൂസുഫ്, മറ്റേ മക്കളെക്കാൾ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിന്റെ കാരണം യൂസുഫിന്റെ സൗന്ദര്യമോ 10 രൂപ ഏറെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുന്നതൊന്നും ആയിരുന്നില്ല. നബൂവത്ത് കണ്ടു, അള്ളാന്റെ വെളിച്ചം യൂസുഫിൽ കണ്ടത് മുതലാണ് നിങ്ങൾക്ക് അവനോട് താല്പര്യം തോന്നുന്നത്. അതൊക്കെ ശരി. അങ്ങനെ ഏറ്റവും ഓമനപ്പുള്ളയായ ഇഷ്ടപ്പെട്ട മകനായ യൂസുഫിന്റെയും താങ്കളുടെയും ഇടയിൽ ഞാൻ ദീർഘവർഷങ്ങൾ വിട്ടുപിരിച്ചല്ലോ അല്ലേ. ആ കന്നാലിലെ കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ടു, യാത്രാസംഘം പൊക്കിയെടുത്തു, മിസ്രിലെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു, ഈജിപ്തില് സുലൈഖാന്റെ വീട്ടില് സർവൻ്റായിട്ട് എത്തി. അങ്ങനെ കുറെ വർഷം അള്ളാഹ് ചോദിക്കുകയാണ് വാപ്പയായ യാക്കൂബ് നബിയോട്, തദിരി നിങ്ങൾക്കറിയോ, ലിമ ഫറഖ്തു ബൈനക വ ബൈന വലദിക യൂസുഫ, നിങ്ങളെയും മോന്റെയും ഇടയിൽ ഈ ദീർഘവർഷങ്ങൾ ഞാൻ വിട്ടുപിരിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? യാക്കൂബ് നബി പറഞ്ഞു, ഇല്ല, അറിയില്ല. എന്നാ കേട്ടോ, ലിഖൗലിക ലിഇഖ്വതിഹി, താങ്കൾ ആടുമേക്കാൻ ഞങ്ങൾ യൂസുഫിനെ കൂടെ കൊണ്ടുപോകട്ടെ എന്ന് മറ്റു മക്കൾ നിങ്ങളോട് അനുവാദം ചോദിച്ചപ്പോൾ നിങ്ങൾ ആ മക്കളോട്, യൂസുഫിന്റെ സഹോദരന്മാരോട് നിങ്ങൾ പറഞ്ഞു, അഖാഫു അൻ യഅകുലഹു الذئബു വഅൻതും അൻഹു ഗാഫിലൂൻ. സൂറത്ത് യൂസുഫിലുണ്ട്, നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കെ, ആടുമേച്ചുകൊണ്ടിരിക്കെ യൂസുഫിന്റെ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ തെറ്റിയ സന്ദർഭത്തില് അവനെ ചെന്നായ വന്ന് കടിച്ചോണ്ടുപോകുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ലിമ ഖിഫ്ത അലൈഹി ദിഅബ, യൂസുഫിന്റെ കാര്യത്തിൽ എന്തിനാ ചെന്നായെ പേടിച്ചത്? വലം തെർജീനി, എന്നിൽ എന്തേ പ്രതീക്ഷ വെക്കാതിരുന്നത്? ഞാനില്ലേ ചെന്നായ പഠിച്ച, ഞാനില്ലേ എന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ ചെന്നായയുടെ അപകടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അപ്പൊ ഞാൻ തീരുമാനിച്ചു പുള്ളനങ്ങോട്ട് വലിക്കണം. അതാ വലിക്കാൻ കാരണം. നോക്കൂ നിങ്ങൾ, തദിരി യാക്കൂബ് നബി നിങ്ങൾക്കറിയോ, ലിമ റദത്തുഹു അലൈക, പിന്നെ ഞാൻ യൂസുഫിനെ തിരിച്ചു തന്നല്ലോ നിങ്ങൾക്ക് അല്ലേ. മിസ്രിന്റെ അധികാരിയായ അവസ്ഥയിൽ ബാപ്പ അങ്ങോട്ട് ചെന്നല്ലോ കൊട്ടാരത്തിലേക്ക്, വല്ലാത്ത അവസ്ഥയെന്നല്ലത്. ഇങ്ങനെ പൊന്നുമോനെ നിങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ, എന്ത് തിരിച്ചു തരാൻ കാരണം എന്നറിയാന്ന് വെച്ചു. ഫഖാലല്ല, എനിക്കറിഞ്ഞൂടാ റബ്ബേ, ലിഖൗലിക, താങ്കൾ പറഞ്ഞു പോയി, അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ. കുറെ കാലം കഴിഞ്ഞ് കൻആനിലൊക്കെ പട്ടിണിയായി, ധാന്യങ്ങൾ കിട്ടാതെയായി, ആകെ മിസ്രിന്റെ ഗോഡൌണിൽ മാത്രമേ ധാന്യമുള്ളൂ. അത് മേടിക്കാൻ വേണ്ടി യാക്കൂബ് നബി മക്കളെ പറഞ്ഞേക്കാണ്. എങ്ങോട്ട്? മിസ്രിന്റെ ഗോഡൌൺക്ക്. അവിടെ ആരാത് കൈകാര്യം ചെയ്യുന്നെന്ന് മക്കൾക്കും അറിയില്ല, വാപ്പാക്കും അറിയില്ല. പറഞ്ഞു വിടുകയാണ്. ഈ മക്കൾ അവിടെ ചെന്ന് നോക്കുമ്പോ പണ്ട് കിണറ്റിലേക്ക് തള്ളിയിട്ട ടീമായി വന്നേക്കണത്.
അപ്പൊ ആ കൂട്ടത്തിൽ ബിന്യാമീൻ എന്ന് പറഞ്ഞ യൂസുഫ് നബിക്ക് ഇഷ്ടപ്പെട്ട ആ ഉമ്മായിലുള്ള സഹോദരൻ ബിന്യാമീൻ ഉണ്ട്. അവനെ ഒരു കുറുക്ക് വഴിയിലൂടെ അവിടെ അറസ്റ്റ് ചെയ്തു. ഒരു പാത്രമോഷണത്തിന്റെ പേരും പറഞ്ഞിട്ട്, സത്യത്തിൽ ബിന്യാമീൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ആ പേരും പറഞ്ഞിട്ട് സഹോദരൻ അവിടെ പിടിച്ചു വെച്ചു യൂസുഫ് നബി അലൈഹി സ്വലാം. ബിന്യാമീനും നഷ്ടപ്പെട്ട വിധത്തിൽ തിരിച്ചു എന്നിട്ട് ബാപ്പാനോട് പറഞ്ഞു, ആ ചങ്ങായി അവിടെ കളവ് നടത്തിയിട്ട് പിടിച്ചു. അവന്റെ ചങ്ങായി ഇല്ലേ മറ്റേ സഹോദരൻ യൂസുഫ്, അവന്റെ ജാതി തന്നെ ഇവനും മോഷണം നടത്തിയിട്ട് ഇപ്പൊ അവിടെ മിസ്റിൽ അധികാരി പിടിച്ചു വെച്ചേക്കാണെന്ന് ബാപ്പാനോട്. അപ്പൊ ബാപ്പയായ നിങ്ങളൊരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? പടച്ചമ്പുരാനെ ആ കുട്ടിയും പോയോ എന്നല്ല നിങ്ങൾ പറഞ്ഞത്. അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമിയാ, എന്റെ റബ്ബായ അല്ലാഹ് എന്റെ എല്ലാ മക്കളെയും എനിക്ക് തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? അതുകൊണ്ട് രണ്ടാളെയും തിരിച്ചു തന്നു. പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, സഹോദരന്മാരെ, ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്ന മഈ റബ്ബി, ഇന്ന മഈ റബ്ബി, അവിടെ നാം പിടിച്ചു നിന്നാല് കുറച്ച് നേരം കാത്തിക്കേണ്ടി വരും. അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഇതൊക്കെ ഞാൻ വഴലൊക്കെ കേട്ടിട്ട് ഒരു 3 ദിവസം ദിക്റില്ല ഇന്ന മഈ റബ്ബി, മനസ്സിലൊന്നും ഇല്ല. പിന്നെ മനസ്സിലൊക്കെ ഉണ്ടാക്കി, പഠിച്ചോനല്ലാതെ ഇപ്പൊ ആർക്കാ കഴിയാ. 4-ാം ദിവസം പിന്നെ കോഴിമുട്ടയിൽ നമ്പർ ഇടാൻ പോയി, കരിക്ക് കത്തിക്കാൻ പോയി, തകിടേലസ് എഴുതിയിട്ട് കൂടോത്രം ചെയ്യാൻ പോയി. എവിടുന്ന് രക്ഷപ്പെടുന്നു? ഇന്ന മഈ റബ്ബി പോയി. പിന്നെ ഈ സാധനല്ലേ, ഞാൻ മന്ത്രത്തിന് എതിർക്കല്ല, മന്ത്രമുണ്ട്, ഇസ്ലാമിലെ മന്ത്രങ്ങളുണ്ട്, കുഴപ്പമില്ല. ഇനി ബർക്കത്തുള്ള ഒരാള് ബിസ്മില്ലാഹി റഹ്മാനി റഹീം വെറുതെ ഒരു കടലാസിൽ എഴുതി ഇന്ന ബിസ്മില്ലാ, അതിലൊരു ബർക്കത്ത് ഉണ്ടാവും. അവിടെ ഈ ശിർക്കിന്റെ മന്ത്രങ്ങളാകരുത്. ഖുർആന്റെ ആയാത്തുകള്, ഖുർആന്റെ മേൽ അറിയിക്കുന്ന വാക്യങ്ങൾ, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് സിഹിറുമായി ബന്ധപ്പെട്ട അനിസ്ലാമികമായ ഇസ്ലാമിക് ജ്യോതിഷം. വല്ലാത്തൊരു ഓമന പേര്, ബിരിയാണി മലം നിറഞ്ഞ മാതിരിയാണിത്. ഇസ്ലാമിക് ജ്യോതിഷം തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത, ജ്യോതിഷം ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധമില്ല. ബോർഡ് വെച്ചേക്കാം കൊല്ലാക്ക, ഇസ്ലാമിക് ജ്യോതിഷാലയം. ആ രണ്ടുപേരും തമ്മിൽ യോജിക്കൂല. അതുകൊണ്ട് ഇന്ന മഈ റബ്ബി എന്ന് എപ്പോ നമുക്ക് ഉറച്ച ബോധമുണ്ടോ സമാധാനം ഉണ്ടാകും, മനസ്സമാധാനം ഉണ്ടാകും. ആ ബോധം കൈവിട്ടുപോയോ ആരായാലും സമാധാനം നഷ്ടപ്പെട്ടു പോകും, പരാജയം മുന്നിൽ കാണും ഇൻഷാ അല്ലാഹ്. ടെൻഷന്റെ മറ്റൊരു കാരണവും പ്രതിവിധിയും നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന മഈ റബ്ബി എന്ന സനാതത്വ ബോധത്തോടെ ജീവിച്ച് മരിക്കാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ.